ഫങ്ഷണൽ അനാലിസിസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ MTH3C13 ഫങ്ഷണൽ അനാലിസിസ് എന്നുള്ള പേപ്പറിൻ്റെ അവസാനത്തെ സെക്ഷനാണ് ഇൻവെർട്ടിബിൾ ഓപ്പറേറ്റേഴ്സ്. വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇൻവെർട്ടിബിൾ ഓപ്പറേറ്റേഴ്സ്. സോ ഇൻവെർട്ടിബിൾ ഓപ്പറേറ്റേഴ്സിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ ചില പ്രോപ്പർട്ടീസുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കാണുന്നത്. So inverse operator, let a element of L of x. So a is a bounded linear operator on x. We will call b the inverse operator of a if and only if ba equal to the identity operator and ab equal to the identity operator. ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ ബി എ ഇൻവേഴ്സ് എന്ന് വിളിക്കും. എക്ക് ഒരു ഇൻവേഴ്സ് ഓപ്പറേറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വി വിൽ സേ ദാറ്റ് എ ഈസ് ആൻ ഇൻവെർട്ടിബിൾ ഓപ്പറേറ്റർ. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ എ ബിയുടെ ഇൻവേഴ്സ് ആണ് എങ്കിൽ സപ്പോസ് വൈ ഈസ് ഈക്വൽ ടു എ എക്സ് ദെൻ അല്ലെങ്കിൽ എ ഇൻവേഴ്സ് if suppose a is an invertible operator, if y is equal to ax then a inverse on y is equal to x. So അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫൈനൈറ്റ്. നമുക്കറിയുന്ന കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള എക്സ് ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ സ്പേസ് ആണ് എന്ന് വിചാരിക്കുക. And A is a bounded linear operator from x to x. അപ്പോൾ x ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ സ്പേസ് ആണ്. സപ്പോസ് എക്സ് ഇസ് n ഡയമെൻഷണൽ എങ്കിൽ ഈ A എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ നമുക്കൊരു n/n മെട്രിക്സ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാം എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ഈ കേസിൽ നമുക്ക് A ഇൻവെർട്ടിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. n/n മെട്രിക്സ് നമുക്ക് കിട്ടുന്ന എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള n/n മെട്രിക്സ് അതിൻ്റെ ഡിറ്റർമിനൻ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇഫ് ദ ഡിറ്റർമിനൻ്റ് ഇസ് നോൺ സീറോ ദെൻ ദ ഓപ്പറേറ്റർ എ ഈസ് ഇൻവെർട്ടിബിൾ. ഡിറ്റർമിനൻ്റ് സീറോ ആണെങ്കിൽ ഇത് ഇൻവെർട്ടിബിൾ ആയിട്ടുള്ളൊരു ഓപ്പറേറ്റർ അല്ല. സോ ഫൈനൈറ്റ് ഡയമെൻഷണൽ കേസിൽ തിങ്സ് ആർ വെരി ഈസി. മാത്രമല്ല നമുക്ക് ഈ ഡിറ്റർമിനൻ്റൊക്കെ ഉപയോഗിച്ച് കൃത്യമായിട്ട് എയുടെ ഇൻവേഴ്സ് ഓപ്പറേറ്റർ എ ഇൻവേഴ്സ് ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഫോർമുല വരെയുണ്ട്. അഡ്ജോയിൻ്റ് എ ബൈ ഡിറ്റർമിനൻ്റ് എ എന്ന് പറഞ്ഞ് നമുക്ക് കൃത്യമായിട്ടൊരു ഫോർമുലയും ഉണ്ട്. അപ്പോൾ ഫൈനൈറ്റ് ഡയമെൻഷണൽ സ്പേസിൽ നമുക്ക് ഈ ഡിസ്കഷൻ വളരെ സിമ്പിളാണ്. ഓൾറെഡി നിങ്ങൾക്കറിയുന്ന കാര്യങ്ങളാണെല്ലാം. പക്ഷേ ഇൻഫിനിറ്റ് ഡയമെൻഷണൽ സ്പേസിൽ ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് നമുക്ക് പെട്ടെന്ന് ഇൻവെർട്ടിബിൾ ആണ് എന്ന് തോന്നുന്ന അല്ലെങ്കിൽ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും എന്ന് തോന്നുന്ന ചില ഓപ്പറേറ്റേഴ്സിന് പോലും നമ്മൾ വിചാരിക്കുന്ന ആൾ ഇൻവേഴ്സ് ഓപ്പറേറ്റർ ആവണം എന്നില്ല. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് എ ഫ്രം L2 to L2 ദിസ് ബി ദ റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ. റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ η1 η2 η3 എക്സെട്ര ഇതാണ് എക്സ് എങ്കിൽ എ എക്സ് എന്ന് പറയുന്നത് 0 η1 η2 η3 എക്സെട്ര എന്ന് വരും. അപ്പോൾ ഇതിന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്ററിന് ഇൻവെർട്ടിബിൾ ആണ്, അതിൻ്റെ ഇൻവേഴ്സ് ഓപ്പറേറ്ററായിട്ട് നമുക്കൊരു ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യാം എന്നൊരു തോന്നൽ വരും. അപ്പം അങ്ങനെയുള്ളൊരു ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്ററാണ് ബി എന്ന് വിചാരിക്കുക. ലെഫ്റ്റ് ഷിഫ്റ്റ് എന്ന് വിളിച്ചുകൂടാ, കാരണം ഇവിടെ നമ്മൾക്ക് ഒരാളില്ലാതാവുകയാണ് ചെയ്യുക. അപ്പോൾ ബി ഫ്രം L2 to L2 ബി എക്സ് ഇസ് ഈക്വൽ ടു η2 η3 എക്സെട്ര. അതായത് ഇവിടുത്തെ η1 നഷ്ടപ്പെട്ടു പോയി. ഇതാണ് ബി എന്ന് പറയുന്ന ഓപ്പറേറ്റർ. ആൻഡ് നമ്മൾ ബി എ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. വാട്ട് വിൽ ബി ബി എ ഓഫ് എക്സ്? ബി എ ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ബി ഓഫ് എ ഓഫ് എക്സ് ആണ്. എ ഓഫ് എക്സ് ഇസ് ദിസ്. അപ്പം അതിൽ നമ്മൾ ബി എന്ന് പറയുന്ന ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് η1 η2 η3 എക്സെട്ര വിച്ച് മീൻസ് എക്സ് ഇറ്റ് സെൽഫ്, which is x itself. So BA of x is equal to x, and this will be true for every x element of L2. So that
ഈ ബി എ എന്ന് പറയുന്നത് L2-വിലുള്ള ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ തന്നെയാണ്. അടുത്തതായിട്ട് നമ്മൾ എ ബി ഓഫ് എക്സ് ഇവാലുവേറ്റ് ചെയ്യാണ്. എ ബി ഓഫ് എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഓഫ് ബി ഓഫ് എക്സ്. എ ഓഫ് ബി ഓഫ് എക്സ് മീൻസ് എ ഓഫ് ദിസ് ഇസ് ബി ഓഫ് എക്സ് ഈറ്റ 2 ഈറ്റ 3 എക്സെട്ര. ഇതിൽ നമ്മൾ റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്റർ അപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 0 ഈറ്റ 2 ഈറ്റ 3 എക്സെട്ര എന്നുള്ള എലമെൻ്റാണ്. ഇവിടെ ഫസ്റ്റ് പൊസിഷനിൽ നമുക്ക് ഈറ്റ 1 ആയിരുന്നെങ്കിൽ ഇവിടെ 0 സോ ദിസ് ഇസ് നോട്ട് ഈക്വൽ ടു എക്സ്. അതായത് എ ബി ഓഫ് എക്സ് എന്ന് പറയുന്ന എ ബി എന്ന് പറയുന്നത് ഇവിടെ ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ അല്ല. സാധാരണഗതിക്ക് നമുക്കൊരു ഓപ്പറേറ്റർ ഇൻവെർട്ടിബിൾ ആണെന്നുണ്ടെങ്കിൽ അത് 1 1 on 2 ഒക്കെ ഉണ്ടാവും നമുക്ക്. സോ കേർണൽ ഓഫ് എ ബി, ഇപ്പോൾ ഒരു ഓപ്പറേറ്റർ ഐഡൻറ്റിറ്റി ഓപ്പറേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കേർണൽ എന്ന് പറയുന്നതിൽ 0 എലമെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ കേർണൽ ഓഫ് എ ബി എന്ന് പറയുന്നതിൽ നമുക്ക് ഫസ്റ്റ് എൻട്രി ഏത് സ്കെയിലാർ വേണമെങ്കിലും വരാം. അവിടെ നിന്ന് അങ്ങോട്ട് എല്ലാവരും 0 ആണെങ്കിൽ ഇത് ഇങ്ങനെയുള്ള എല്ലാ എലമെൻറ്റ്സും എ ബിയുടെ കേർണലിൽ ഉണ്ടാവും. അപ്പോൾ ഇത് എ ബിയുടെ കേർണൽ ട്രിവിയൽ അല്ല. ചുരുക്കി പറഞ്ഞാൽ എ ഫ്രം L2 to L2 എന്ന് പറയുന്നത് നമുക്കൊരു ഇൻവെർട്ടിബിൾ ആയിട്ടുള്ള ഓപ്പറേറ്റർ അല്ല. നൗ നമ്മളിനി ഇൻവെർട്ടിബിൾ ഓപ്പറേറ്റേഴ്സിൻ്റെ ചില പ്രോപ്പർട്ടീസാണ് പഠിക്കുന്നത്. ഇഫ് എ ആൻഡ് ബി ആർ ഇൻവെർട്ടിബിൾ ഓപ്പറേറ്റേഴ്സ് then their product AB is also an invertible operator. എ ബിയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് വിൽ ബി സെയിം ആസ് പ്രൊഡക്റ്റ് ഓഫ് ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. ഓർഡർ മാറുകയാണ്. സോ നമുക്കിത് പ്രൂവ് ചെയ്യാനായിട്ട് എയും ബിയും ഇൻവെർട്ടിബിൾ ഓപ്പറേറ്റേഴ്സ് ആണ് എന്ന് കരുതുക. എയും ബിയും ഇൻവെർട്ടിബിൾ ഓപ്പറേറ്റർ ആകുമ്പോൾ നമുക്ക് ബി ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, എ ഇൻവേഴ്സും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ആൻഡ് വി ക്യാൻ ഇവാലുവേറ്റ് ദെയർ പ്രൊഡക്റ്റ് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. So, for x element of capital X, B inverse into A inverse of X എന്ന് പറയുന്നത് y ആണ് എന്ന് കരുതുക. So, y is equal to B inverse A inverse X. Then, നമ്മൾ ഈ y equal to B inverse A inverse X എന്നുള്ളതിൻ്റെ രണ്ട് സൈഡിലും B എന്ന് പറയുന്ന ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ we will get by is equal to A inverse of X എന്ന് കിട്ടും. by is equal to B inverse A inverse X. B inverse is the identity operator. So, identity operator into A inverse of X nu varum, which is same as A inverse of X. So, we have by equal to A inverse of X. ഇനി ഈ ഈക്വാലിറ്റിയുടെ രണ്ട് സൈഡിലും നമ്മൾ എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് എ ബി വൈ ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് എക്സ്. എ ഇൻറ്റു എ ഇൻവേഴ്സ് ഇസ് ഐഡൻറ്റിറ്റി, സോ ഇറ്റ് ഇസ് എക്സ് ഇറ്റ് സെൽഫ്. സോ എ ബി വൈ ഇസ് ഈക്വൽ ടു എക്സ് ആൻഡ് ദാറ്റ് ഇംപ്ലൈസ് വൈ ഇസ് ഈക്വൽ ടു എ ബി ഇൻവേഴ്സ് ഓഫ് എക്സ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് വൈ ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് എക്സ് എന്നാണ്. ഇപ്പോൾ കിട്ടി വൈ ഇസ് ഈക്വൽ ടു AB inverse of X, means AB whole inverse is equal to B inverse into A inverse. Now I am moving to the second property. Property 2, if norm of A is equal to Q, അതായത് A is a bounded linear operator and this Q is less than 1. norm 1-നേക്കാൾ ചെറുതായിട്ട് വരുന്ന ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണ് എ എന്ന് പറയുന്നത്. ദെൻ ഐ മൈനസ് എ ഈസ് ഇൻവെർട്ടിബിൾ എന്നാണ് ഈ രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്. നോം 1-നേക്കാൾ ചെറുതാണെങ്കിൽ ഐ മൈനസ് എ വിൽ ബി എൻ ഇൻവെർട്ടിബിൾ ഓപ്പറേറ്റർ. നമുക്ക് പ്രൂഫ് നോക്കാം. ഐ എം ഡിഫൈനിങ് എസ് എൻ ആസ് സമ്മേഷൻ ഐ ഈക്വൽ ടു 0 to n a power I. So my Sn is I means identity operator plus a plus a square plus etc plus a power n. ഇതിനെയാണ് ഞാൻ എസ് എൻ എന്ന് വിളിക്കുന്നത്. സപ്പോസ് n is greater than m, then norm of Sn minus Sm എന്ന് പറയുന്നത്
നമുക്ക് എസ് എൻ സമ്മേഷൻ ഐ ഈക്വൽ ടു 0 ടു എൻ എ പവർ ഐ. അതുപോലെ എസ് എം എന്ന് പറയുന്നത് സമ്മേഷൻ ഐ ഈക്വൽ ടു 0 ടു എം എ പവർ ഐ ആയിരിക്കും. അതിൽ ആദ്യത്തെ എം ടേംസ് നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി ഉണ്ടാവുക സമ്മേഷൻ ഐ ഈക്വൽ ടു എം പ്ലസ് 1 ടു എൻ എ പവർ ഐ. ഇതിൻ്റെ നോമാണ് ഉണ്ടാവുക. ആൻഡ് നോമിന് ഇതൊരു ഫൈനൈറ്റ് സമ്മും കൂടിയാണ്. വി ക്യാൻ അപ്ലൈ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി. സോ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു എം പ്ലസ് 1 ടു എൻ നോം ഓഫ് എ പവർ ഐ. ഈ നോം ഓഫ് എ പവർ ഐ ഈസ് സെയിം ആസ് നോം എ പവർ ഐ. ഇവിടെ നോം എ എന്ന് പറയുന്നത് ക്യൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് ക്യൂ പവർ ഐ. ഓക്കെ, ക്യൂവിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആണ്. ക്യൂവിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആയതുകൊണ്ട് സമ്മേഷൻ ഐ ഈക്വൽ ടു എം പ്ലസ് 1 ടു എൻ ക്യൂ പവർ ഐ എന്ന് പറയുന്നത് വിൽ കൺവേർജ് ടു 0 ആസ് എം ആൻഡ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. ഇതെങ്ങനെ കിട്ടുന്നു? ക്യൂ എന്ന് പറയുന്നത് ഇവിടെ 1നേക്കാളും ചെറുതായിട്ടുള്ള ഒരു പോസിറ്റീവ് നമ്പറാണ്, നോൺ നെഗറ്റീവ് നമ്പറാണ് ക്യൂ എന്ന് പറയുന്നത്. സോ നമുക്കറിയാം സമ്മേഷൻ ഓവർ ഐ ക്യൂ പവർ ഐ, ഇവിടെ ഐ വാരീസ് ഫ്രം 1 ടു ഇൻഫിനിറ്റി ആണെങ്കിൽ ദിസ് ഇസ് എ ജോമെട്രിക് സീരീസ് വിത്ത് കോമൺ റേഷ്യോ ക്യൂ. സോ ഇത് നമുക്ക് കൺവെർജൻ്റ് ആണെന്ന് അറിയാം, ബിക്കോസ് ഇവിടുത്തെ കോമൺ റേഷ്യോ ക്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. സോ ദിസ് ഇസ് കൺവെർജൻറ്റ്. ഇത് കൺവെർജൻ്റ് ആണെങ്കിൽ ഇതിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം കൺവെർജൻ്റ് ആയിട്ടുള്ള ഒരു സീക്വൻസ് ആയിരിക്കും. അതായത് സീക്വൻസ് ഓഫ് പാർഷ്യൽ സം കോഷി സീക്വൻസ് ആയിരിക്കും. ആ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ക്യൂ പവർ ഐ എന്ന് പറയുന്ന സീരീസിൻ്റെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം കോഷി സീക്വൻസ് ആയിരിക്കും എന്നുള്ള ഐഡിയ ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സമ്മേഷൻ ഐ ഈക്വൽ ടു എം പ്ലസ് 1 ടു എൻ ക്യൂ പവർ ഐ ടെൻസ് ടു 0 ആസ് എം ആൻഡ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. സോ നമുക്കിപ്പോൾ ഇവിടെ കിട്ടുന്നത് എന്താണ്? സീക്വൻസ് എസ് എൻ ഈസ് എ കോഷി സീക്വൻസ് ഇൻ എൽ ഓഫ് എക്സ്, ആൻഡ് എൽ ഓഫ് എക്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് സ്പേസ് ആണ്. സോ ഇറ്റ് കൺവേർജസ് ഇൻ എൽ ഓഫ് എക്സ്. സോ സീക്വൻസ് എസ് എന്നിന് ഒരു ലിമിറ്റ് ഉണ്ട്. എസ് എൻ എന്ന് പറയുന്നത് സമ്മേഷൻ എൻ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 0 ടു എൻ എ പവർ ഐ ആണ്. അതിൽ എൻ ടെൻസ് ടു ഇൻഫിനിറ്റി കൊടുത്താൽ നമുക്ക് എന്താണ് കിട്ടുക? ലിമിറ്റ് ഓഫ് എസ് എൻ എന്ന് പറയുന്നത് സമ്മേഷൻ ഐ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ പവർ ഐ എന്നുള്ളതാണ്. ഇതിനെ ഞാൻ എസ് എന്ന് വിളിക്കുന്നു. ദാറ്റ് മീൻസ് എസ് ഇസ് ഈക്വൽ ടു ഐ പ്ലസ് എ സ്ക്വയർ പ്ലസ് എക്സെട്ര. Now I am finding what is AS, product of A with S. It will be A plus A square plus A cube plus etc. So S minus AS will be, this is S, I plus A square plus etc. minus AS is A plus A square plus A cube plus etc. So A square തുടങ്ങി അങ്ങോട്ട് എല്ലാ ടേംസും ക്യാൻസൽ ചെയ്യും. What remains is I. ഇതുപോലെ തന്നെ നമുക്ക് അതായത് ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇതാണ്, I മൈനസ് എ ഇൻറ്റു എസ് ഇസ് ഐ. ഇതുപോലെ തന്നെ നമുക്ക് എസ് ഇൻറ്റു ഐ മൈനസ് എയും ഐ ആണ് എന്ന് പറയാൻ പറ്റും. സോ ചുരുക്കി പറഞ്ഞാൽ ഐ മൈനസ് എ ഇൻവെർട്ടിബിൾ ആണ്, അതിൻ്റെ ഇൻവേഴ്സാണ് നമ്മുടെ എസ്. അതായത് ഐ മൈനസ് എയുടെ ഇൻവേഴ്സാണ് ഐ പ്ലസ് എ സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം കൂടി നമ്മളിവിടെ നോക്കുകയാണ്. ഈ ഐ മൈനസ് എ ഇൻവെർട്ടിബിൾ ആണ്, ഇവിടെ ഞാൻ പറയുന്നു അത് ബൗണ്ടഡും ആണ്. ബിക്കോസ് നോം ഓഫ് ഐ മൈനസ് എ ഹോൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ, നമുക്ക് ഐ മൈനസ് എ എന്ന് പറഞ്ഞാൽ ആരാന്നറിയാം. വി ഹാവ് ഐ മൈനസ് എ ഈസ് ഐ മൈനസ് എ ഇൻവേഴ്സ്. ഐ മൈനസ് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എസ് ആണ്. സോ വി ഹാവ് ദിസ് ഐ മൈനസ് എ ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഐ പ്ലസ് എ സ്ക്വയർ പ്ലസ് എക്സെട്ര. സോ നമുക്ക് ഐ മൈനസ് എ ഹോൾ ഇൻവേഴ്സിൻ്റെ നോം എന്ന് പറയുന്നത് നോം ഓഫ് ഐ പ്ലസ് എ സ്ക്വയർ പ്ലസ് എക്സെട്രയാണ്. ഡ്യൂ ടു ട്രയാങ്കിൾ ഇൻഇക്വാലിറ്റി ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ ഐ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി നോം ഓഫ് എ പവർ ഐ എന്ന് നമുക്ക് പറയാം.
ഈ നോം ഓഫ് എ പവർ ഐ, ഇവിടെ നോം എ എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ട്. വി ഹാവ് ഗിവൺ ദാറ്റ് നോം ഓഫ് എ ഈസ് ലെസ് ദാൻ 1. സോ ദിസ് ഈസ് അഗെയിൻ എ ജോമെട്രിക് സീരീസ് with a common ratio norm a less than 1 so that this will converge. അങ്ങനെയുള്ള ഒരു ജോമെട്രിക് സീരീസിൻ്റെ സം എന്ന് പറയുന്നത് നമുക്കറിയാം, ആറാണ് കോമൺ റേഷ്യോ എങ്കിൽ എ ബൈ 1 മൈനസ് ആർ ആയിരിക്കും അതിൻ്റെ സം എന്ന് പറയുന്നത്. സോ ഹിയർ ഇറ്റ് ഇസ് 1 ബൈ 1 മൈനസ് നോം എ. ഇനി നമ്മൾ മൂന്നാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് കിടക്കുകയാണ്. ലെറ്റ് എ ബി ആൻ ഇൻവെർട്ടിബിൾ ഓപ്പറേറ്റർ and b be an operator such that norm of a minus b less than 1 by norm of a inverse. ഇങ്ങനെയാണെങ്കിൽ b is invertible. ഇതാണ് നമുക്കിവിടെ മൂന്നാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ വിൽ റൈറ്റ് b as a ഇൻറ്റു ഐ മൈനസ് എ ഇൻവേഴ്സ് ഇൻറ്റു എ മൈനസ് ബി. ഇത് ശരിയാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടുത്തെ ആർ എച്ച് എസിനെ ഞാനൊന്ന് എക്സ്പാൻഡ് ചെയ്യാണ്. ആർ എച്ച് എസ് വിൽ ബി എ മൈനസ് എ ഇൻവേഴ്സ് എ മൈനസ് ബി. എ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, ഈ എയെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ ദിസ് മീൻസ് എ മൈനസ് എ ഇൻറ്റു എ ഇൻവേഴ്സസ് ഐഡൻറ്റിറ്റി into a minus b. So this is a minus a minus of minus, that is plus b, which is b itself. So b യെ നമ്മൾ ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്തു. ഇനി നമ്മുടെ പ്രോപ്പർട്ടി 1 പ്രകാരം രണ്ട് ഓപ്പറേറ്റേഴ്സ് ഇൻവെർട്ടിബിൾ ആണെങ്കിൽ അവരുടെ പ്രൊഡക്റ്റ് ഇൻവെർട്ടിബിൾ ആണ്. ഇവിടെ ഇപ്പോൾ ഞാൻ ബി എ രണ്ട് ഓപ്പറേറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ഫോമിലാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. സോ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിൽ ഓരോ ഓപ്പറേറ്ററും ഇൻവെർട്ടിബിൾ ആണ് എന്നുള്ള കാര്യമാണ്. അതിൽ എ ഇൻവെർട്ടിബിൾ ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. സോ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഐ മൈനസ് എ ഇൻവേഴ്സ് ഇൻറ്റു എ മൈനസ് ബി ഈസ് ഇൻവെർട്ടിബിൾ. അതിന് ഞാൻ ഈ എ ഇൻവേഴ്സ് ഇൻറ്റു എ മൈനസ് ബിയുടെ നോം എന്താണെന്നൊന്ന് നോക്കുകയാണ്. നോം ഓഫ് എ ബി ഈസ് നോം എ ഇൻറ്റു നോം ബി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോം ഓഫ് എ ഇൻവേഴ്സ് ഇൻറ്റു എ മൈനസ് ബി ക്യാൻ ബി റിട്ടൺ ആസ് നോം ഓഫ് എ ഇൻവേഴ്സ് ഇൻറ്റു നോം ഓഫ് എ മൈനസ് ബി. ഓക്കെ, അതിൽ ഈ നോം ഓഫ് എ മൈനസ് ബി നമുക്ക് തന്നിട്ടുണ്ട് ലെസ് ദാൻ 1 ബൈ നോം ഓഫ് എ ഇൻവേഴ്സ് എന്ന് തന്നിട്ടുണ്ട്. സോ ഇവിടെ നോം ഓഫ് എ ഇൻവേഴ്സ് ഇൻറ്റു 1 ബൈ നോം ഓഫ് എ ഇൻവേഴ്സ് എന്നാവും. പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ലെസ് ദാൻ 1 ആണ്. ഓക്കെ, സോ ഇതിനെ ഞാനിപ്പോൾ സം പി എന്ന് വിളിക്കുകയാണെന്ന് കരുതുക. ഈ പി എന്ന് പറയുന്നത് ഇവിടെ ഒരു ഓപ്പറേറ്ററാണ്. അത് മാത്രമല്ല അതിൻ്റെ നോമ ലെസ് ദാൻ 1 ആണ്. സോ നമ്മൾ പ്രോപ്പർട്ടി 2-ൽ പറഞ്ഞു നോമ ലെസ് ദാൻ 1 ആണെങ്കിൽ ഐ മൈനസ് ദാറ്റ് വിൽ ബി ഇൻവെർട്ടിബിൾ എന്ന് നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സോ ഐ മൈനസ് എ ഇൻവേഴ്സ് ഇൻറ്റു എ മൈനസ് ബി ഈസ് ഇൻവെർട്ടിബിൾ ബൈ പ്രോപ്പർട്ടി 2. അപ്പോൾ എയും ഇൻവെർട്ടിബിളായി ഇതും ഇൻവെർട്ടിബിളായി. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും കൂടി പ്രൊഡക്റ്റ്, അതായത് അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ബി ആണ്. ഓക്കെ ഓക്കെ ഹിയർ വി ഹാവ്. സോ ബി എന്ന് പറയുന്നത് ഇവിടെ പ്രൊഡക്റ്റ് ഓഫ് 2 ഇൻവെർട്ടിബിൾ ഓപ്പറേറ്റേഴ്സ് എന്നാണ് കിട്ടിയിരിക്കുന്നത്. ദെർഫോർ ഇറ്റ് വിൽ ബി ഇൻവെർട്ടിബിൾ. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്രോപ്പർട്ടി. അടുത്തതായിട്ട് നമുക്ക് ഈ സെക്ഷനിൽ പഠിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട, നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു തിയറാണ്. പ്രൂഫ് ഈ സെമസ്റ്ററിൽ നമുക്ക് പഠിക്കാനില്ല. വളരെ പ്രധാനപ്പെട്ട തിയറാണ് ദി ബനാക് ഓപ്പൺ മാപ്പ് തിയറം. ലെറ്റ് എക്സ് ആൻഡ് വൈ ബി ബനാക് സ്പേസസ് ആൻഡ് ലെറ്റ് എ ഫ്രം എക്സ് ടു വൈ be a bounded linear operator which is 1 1 and on 2. Means this A is a bijective bounded linear operator from x to y. Then A inverse is bounded. A inverse from y to x is bounded. Bounded means it is continuous. Okay.
അപ്പോൾ നമുക്ക് ശരിക്കും പഠിക്കാനുള്ളത് എന്താണ്? എ ഇൻവേഴ്സ് കണ്ടിന്യൂസ് ആണെന്നാണ് തിയറം പറയുന്നത്. ഇവിടെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് ഒന്നും കൂടി നോക്കാം. എക്സും വൈയും ബനാക് സ്പേസസ് ആയിരിക്കണം. എ ഫ്രം എക്സ് ടു വൈ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ആവണം. അത് 1 1 ആവണം, ഓൺ 2 ആവണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് ഒരു ബൗണ്ടഡ് ഓപ്പറേറ്റർ ആയിരിക്കും. ഓർ ഇൻവേഴ്സ് ഈസ് എ കണ്ടിന്യൂസ് ഓപ്പറേറ്റർ. സോ ഇവിടെ നമുക്കൊരു വാക്കുണ്ട്, ഓപ്പൺ മാപ്പ് തിയറം. ഓപ്പൺ മാപ്പ്. വാട്ട് ഇസ് മെൻ ബൈ ഓപ്പൺ മാപ്പ്? നമുക്കറിയാം എക്സും വൈയും രണ്ട് ടോപ്പോളജിക്കൽ സ്പേസസ് ആണെന്ന് കരുതുക. എ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ ഇസ് കണ്ടിന്യൂസ് ഇഫ് inverse image of open sets are open. Inverse image of open sets in Y are open in X. ഇതാണ് നമ്മൾ ടോപ്പോളജിയിൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷനായിട്ട് പഠിച്ചിരിക്കുന്നത്. ഇത് ഓപ്പൺ മാപ്പ് ആവണം എന്നുണ്ടെങ്കിൽ എഫ് ഇൻവേഴ്സ് കണ്ടിന്യൂസ് ആവണം. ഓർ ചുരുക്കി പറഞ്ഞാൽ എക്സിലുള്ള ഓപ്പൺ മാപ്പുകളെ എക്സിലുള്ള ഓപ്പൺ സെറ്റുകളെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓപ്പൺ സെറ്റ്സ് ഇൻ വൈയിലേക്കാണ് മാപ്പ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയും എഫ് ഈസ് ആൻ ഓപ്പൺ മാപ്പ്. ഓപ്പൺ സെറ്റ്സ് മാപ്ഡ് ടു ഓപ്പൺ സെറ്റ്സ്. ഓക്കെ, അപ്പോൾ അതിന് ഈക്വലൻ്റ് ആയിട്ട് നമുക്ക് പറയാം എഫിൻ്റെ ഇൻവേഴ്സ് കണ്ടിന്യൂസ് ആണ് എന്നും പറയാം. സോ ഇവിടെ നമ്മളോട് പറയുന്നത് ഇതാണ്, എക്സും വൈയും ബനാക് സ്പേസും എ ഫ്രം എക്സ് ടു വൈ എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ആണ്, ബൈജക്ഷൻ ആണ് എങ്കിൽ എ ഇൻവേഴ്സ് from y to x will be a continuous linear operator or A inverse is an open map. ഇതോടുകൂടി സെക്ഷൻ 4.7 അവസാനിക്കുകയാണ്.